ഗൾഫ് രാജ്യങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ പ്രത്യേകിച്ച് മലയാളികൾ നേരിടുന്ന രൂക്ഷമായ വിമാന സർവീസ് പ്രതിസന്ധി, അബദ്ധമായ ടിക്കറ്റ് നിരക്കുകൾ, അടിയന്തര യാത്രാ സൗകര്യമില്ലായ്മ എന്നിവയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ് ഗൾഫ് മലയാളി സംഘടനകൾ. കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്താത്ത പക്ഷം ശക്തമായ ജനകീയ സമര പരിപാടികളിലേക്ക് പ്രതിഷേധം കടക്കാനാണ് സംഘടനകളുടെ തീരുമാനം. ഗൾഫ് രാജ്യങ്ങളിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് പ്രത്യേകിച്ചും മലയാളികൾ നേരിടുന്ന രൂക്ഷമായ പ്രശ്നങ്ങളാണ് വിമാന സർവീസ് പ്രതിസന്ധിയും അമിതമായ ടിക്കറ്റ് നിരക്കുകളും അടിയന്തര യാത്രാ സൗകര്യങ്ങളില്ലായ്മയുമൊക്കെ. എന്നാൽ ഇവയ്ക്കൊക്കെ എതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇപ്പോൾ ഗൾഫ് മലയാളി സംഘടനകൾ രംഗത്തെത്തുകയാണ്. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, വ്യോമയാന വകുപ്പ് മന്ത്രി, വിദേശകാര്യ മന്ത്രി എന്നിവർക്ക് സംഘടനകൾ വിശദമായ പരാതികളും സമർപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും ആവശ്യത്തിനൊത്ത വിമാന സർവീസുകൾ ഇല്ലാത്തത് കാരണം കുടുംബങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നത് അത്യന്തം ബുദ്ധിമുട്ടാവുകയാണ്. അവധി സീസണുകളിലും അടിയന്തര സാഹചര്യങ്ങളിലും വിമാന സർവീസുകൾ അമിതമായ ടിക്കറ്റ് നിരക്കുകളും ഈടാക്കുന്നുണ്ട്. മരണപ്പെട്ട പ്രവാസികളുടെ മൃതദേഹം പോലും നാട്ടിലെത്തിക്കാൻ സമയബന്ധിതമായ വിമാന സൗകര്യങ്ങളില്ലാത്തതും കുടുംബങ്ങളെ വലിയ മാനസിക സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ആഴ്ത്തുന്നത്. ചില എയർലൈനുകളിൽ പ്രവാസികളുടെ നിർബന്ധിതാവസ്ഥ ചൂഷണം ചെയ്ത് അനിയന്ത്രിതമായ നിരക്ക് വർധന നടപ്പിലാക്കുന്നതായും സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. ഗൾഫ് പ്രവാസികളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ ഗൾഫ് റൂട്ടുകളിൽ അധിക വിമാന സർവീസുകൾ അനുവദിക്കാനും ടിക്കറ്റ് നിരക്കുകൾ നിയന്ത്രിക്കാനും ശക്തമായ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാനും മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള അടിയന്തര കാർഗോ അല്ലെങ്കിൽ വിമാന സർവീസുകൾ ഉറപ്പാക്കാനും അതേസമയം പ്രവാസി സൗഹൃദ വിമാന നയം പ്രഖ്യാപിക്കാനും സ്വകാര്യ എയർലൈനുകളുടെ നിരക്ക് ചൂഷണത്തിനെതിരെ അന്വേഷണം നടത്താനുമൊക്കെ ഇവർ ആവശ്യപ്പെടുന്നുമുണ്ട്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവന ചെയ്യുന്ന പ്രവാസി സമൂഹത്തെ അവഗണിക്കാനാകില്ലെന്നും യാത്ര ചെയ്യാനോ അടിയന്തരമായി നാട്ടിലെത്താനോ മരണപ്പെട്ടവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനോ കഴിയാത്ത അവസ്ഥ വളരെ ലജ്ജാകരമാണെന്നുമാണ് സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്ര സർക്കാർ അടിയന്തരമായി തന്നെ ഇടപെടൽ നടത്താത്ത പക്ഷം ശക്തമായി തന്നെ ജനകീയ സമര പരിപാടികളിലേക്ക് കടക്കാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.